പൊന്നോ എന്താ ടേസ്റ്റ് എന്ന് ഇതുണ്ടാക്കി കൊടുത്താല് കഴിക്കണവര് നമ്മളെ നോക്കി പറയുന്നേ. പിന്നെ ചോറിന് മാത്രല്ല, പൊറോട്ട, ചപ്പാത്തി, അപ്പം അങ്ങനെ എല്ലാത്തിന്റെ കൂടെ ഏത് സമയത്തും ഇത് മാത്രം മതി. അപ്പോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ 3/4 കിലോത്തോളം ചൂര ഇതുപോലൊരു ചട്ടിയിലേക്കോ പാത്രത്തിലേക്കോ മാറ്റിയിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് ചതച്ചതും, 1 സ്പൂൺ കട്ടിയുള്ള തൈരും, അതേ അളവിൽ തന്നെ വിനാഗിരിയും, 3/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മീൻ മസാലകളും നല്ലതുപോലെ യോജിപ്പിച്ച് കുറച്ചു നേരം അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും ഒരു പാനില് 1/2 സ്പൂൺ ഉലുവയും, 1 സ്പൂൺ കുരുമുളകും, 2 സ്പൂണോളം നല്ല ജീരകവും, 1/2 സ്പൂണോളം പെരിഞ്ജീരകവും, 1 സ്പൂൺ പരിപ്പും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാട്ടോ. അങ്ങനെ അടുക്കളയില് നല്ല മണമൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കരിയാത്ത പരുവത്തില് നിറമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാല് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ചൂടായ ചട്ടിയിലേക്ക് തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ സാധാ മുളക് പൊടി, മുളകിന്റെ പാതി മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ആ ചൂടിൽ 2 ഇളക്കിളക്കി ചൂടാറുമ്പോഴത്തേക്കും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാനില് 1 തവി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോ നേരത്തെ മാറ്റി വെച്ച മീൻ കഷ്ണങ്ങള് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അത്യാവശ്യം മൊരിയണത് വരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് പൊരിച്ചെടുക്കാട്ടോ. ഇനി ആ മീൻ വറുത്ത വെളിച്ചെണ്ണ ഒരു ചട്ടിയിലൊഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ലേശം ഉലുവ പൊട്ടിച്ചിട്ട് 2 സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, നെടുകെ കീറിയ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാട്ടോ. കൂട്ടത്തിൽ കുറച്ച് വേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറന്നേക്കല്ലേ. അങ്ങനെ സവാളയുടെ നിറയ്ക്ക് മാറി വാടി മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ആ മസാലക്കൂട്ട് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 മുറി തേങ്ങയെന്ന് വീണ് 2 പാലും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ 3 കീറി കുടംപുളിയും കൂടി ഇട്ട വെള്ളവും കൂടി ചേർത്തിളക്കി മൂടി വെച്ച് തിളപ്പിക്കാം. ഇതെല്ലാം കൂടി തിളച്ച് നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും വറുത്ത മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ആ ചാറും മീനും നല്ലപോലെ പിടിച്ചു വരാനായിട്ട് 7 മിനിറ്റോളം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി മൂടിയൊക്കെ തുറന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് 1 പാലും കൂടി ഒഴിച്ച് കുറച്ച് മല്ലിയിലും കൂടി വിതറിളക്കി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കഴിഞ്ഞാല് ഈ സ്വയംഭം ചൂരക്കറിയുടെ മണം പരിസരം മൊത്തം പരക്കും. പിന്നെ ഇരിക്കുന്തോറും മീൻകറിക്ക് രുചി ഇരട്ടിയാകുന്നല്ലേ. അപ്പൊ നമ്മുടെ ഈ സ്പെഷ്യൽ മസാല കൂട്ടിയേർത്തുണ്ടാക്കിയ മീൻകറി എന്തായാലും കഴിച്ചവരാരും മറക്കില്ല. അത്രക്ക് ടേസ്റ്റാ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ.